ഇനി ക്രാഫ്റ്റ് സെഗ്മെന്റ് ആണ്. മനോഹരമായ ഈ ക്രാഫ്റ്റ് നമുക്കായി പരിചയപ്പെടുത്തുന്നു റീന മാർട്ടിൻ. നമുക്കിന്നൊരു പെയിന്റിങ് ചെയ്യാം. ഒരു ജാൽ പെയിന്റിംഗ് ആണത്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇപ്പോൾ പെയിന്റിങ് ഇതാണ് ഇപ്പോൾ അതിൻ്റെ പിക്ചർ. നമുക്ക് ഇത് പോസ്റ്ററാണിത്. പോസ്റ്റർ അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ പ്രിൻ്റ് എന്തെടുക്കുകയാണെങ്കിലും നമുക്കൊരു ഹാർഡ് ബോർഡിലേക്ക് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സൈസിലെടുത്തിട്ട് അതേ സൈസിൽ ഹാർഡ് ബോർഡ് കട്ട് ചെയ്ത് നമ്മൾ തന്നെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമ്മൾക്ക് പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഈ ഡിസൈന് നമ്മൾ ഒന്നും കൂടി ഭംഗിയാക്കി എടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഔട്ട്ലൈനായിട്ട് 3D ഔട്ട്ലൈനർ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡ്രസ്സിന് ഏകദേശം നമുക്കിപ്പോൾ ഇത് ഫർണിച്ചർ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്കതിനൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം. കാരണം ഗ്ലാസ് പെയിൻ്റാണ് നമ്മളിതിൽ ഇടുന്നത്. അപ്പോൾ ഗ്ലാസ് പെയിൻറ് ഇടുമ്പോൾ നമുക്ക് പുറത്തേക്ക് അധികമൊന്നും ഇടില്ല, ചെറുതായിട്ട് ഇടുള്ളൂ. എന്നാലും നമ്മൾ ലൈനർ കൊടുത്താൽ കുറച്ച് ഭംഗി ഉണ്ടാവും. ഇപ്പോൾ 3D ഔട്ട്ലൈനറാണിത്. ഇതെങ്ങനെ കൊടുക്കണമെന്ന് കാണിച്ചു തരാം. ഔട്ട്ലൈനർ വെച്ച് പിന്നെ കൊടുക്കുന്നത് നമ്മൾ ജ്വല്ലറി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജ്വല്ലറിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ബ്രോൺസ് ഒക്കെയാണ് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലിറ്റർ കളർ കൊടുക്കാം. ഇപ്പോൾ ബ്ലൂവോ ഗ്രീനോ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യണമനുസരിച്ചുള്ള കളേഴ്സ് നമുക്ക് ഇപ്പോൾ 3D ഔട്ട്ലൈനർ വെച്ച് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതായത് ജ്വല്ലറീനെ ഡെക്കറേറ്റ് ചെയ്യണം. നമ്മൾ ചെറിയൊരു ഇതൊക്കെ ഇട്ട് അതൊക്കെ ഒരേ ലൈനൊക്കെ കൊടുത്ത് അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഞാൻ ബ്ലൂ കളറ് നെക്ലസിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വള ചെയ്യാം. വളയ്ക്കും നമുക്ക് അത് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ വേറൊരു കളറും കൂടെ വേണമെങ്കിൽ നമുക്കതിന് കൊടുക്കാം. അത് ഡ്രസ്സിന് മാച്ച് ചെയ്താണ് നമ്മൾ ഇതിൻ്റെ ജ്വല്ലറിയും കൊടുക്കുന്നത്. ഞാൻ ബ്ലൂ വെച്ചിട്ട് വള ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അതിനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ വളയും മാലയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ നമ്മളിതിൽ ഗ്ലാസ് പെയിൻറ്റ് ഇടാൻ പോകുന്നത് ഇപ്പോൾ ഷോളിലിടാം നമുക്ക്. പിന്നെ ബ്ലൗസിലിട്ട് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കർട്ടണിലൊക്കെ ഇട്ട് കൊടുക്കാം. കർട്ടണിലിടാം. പിന്നെ ഇപ്പോൾ കുഷ്യനാണ് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇത്രയും സ്ഥലത്തൊക്കെ മാത്രം ഗ്ലാസ് പെയിൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്കത് എങ്ങനെ ഇടണമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ബ്ലൗസിന് ഇടാൻ പോകുന്നത് ഗ്രീൻ കളറിലാണ്. നമുക്ക് ഇപ്പോൾ ഇതിൽ ഈ പിക്ചറിൽ ഇപ്പോൾ എന്ത് കളറാണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഗ്ലാസ് പെയിൻറ്റ് നമ്മൾ കൊടുക്കുന്ന കളർ അതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷൻ അനുസരിച്ച് നമുക്ക് കൊടുക്കാം. അത് ഇപ്പോൾ നമ്മൾ ബ്ലൗസിന് ഗ്രീൻ കളർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ബ്ലൗസിൻ്റെ മുകളിൽ കൂടെ ഷോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയും കൂടെ നമ്മൾ ഇപ്പോൾ ആക്ച്വലി അത് ഷോളായിട്ടായിരിക്കും നമുക്ക് പിക്ചറിൽ അത് ഫീൽ ചെയ്യണം ഷോൾ കിടക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ കളർ കൊടുക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഷോളുടെ കളർ കൊടുത്താണ് അതിനെ ഭംഗിയാക്കണം. അപ്പോൾ അതൊന്ന് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിട്ട് നിന്ന് കഴിഞ്ഞാൽ ഷോൾ അവിടെ ഒരു സെപ്പറേഷൻ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി ബ്ലൗസിന് അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്കേർട്ടിന് വേറെ കളർ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പോൾ സെയിം കളറിന് സ്കേർട്ടിന് കൊടുത്തിട്ട് ഷോളിന് ഒരു കളർ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ വേറെ കളർ കൊടുക്കാം. മജന്ത കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഏരിയ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഗ്ലാസ് പെയിൻറ്റ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട്, കാരണം നമുക്ക് വേണമെങ്കിൽ ബ്രഷിലും വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് ഗ്ലാസ് പെയിൻറ്റ് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു ബ്രഷ് എടുത്തിട്ട് അതിനിങ്ങനെ നല്ലോണം അങ്ങ് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ട് ഷെയ്ഡ് കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൂടെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കളർ നമുക്ക് യെല്ലോ കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഷോളിന് നമുക്ക് യെല്ലോ കളർ കൊടുക്കാം. അപ്പോൾ യെല്ലോ കളർ കൊടുക്കുമ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിനെ ഇട്ടിട്ട് ഇത് ബ്രഷ് കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് ചെയ്താൽ മതി. വളരെ കുറച്ചിട്ടാൽ മതി, ലൈറ്റായിട്ട് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ബ്ലൗസിൽ ഒരു ഏരിയ ഷോള് മുമ്പിൽ വരുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ബ്ലൗസിൻ്റെ കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ഓൾറെഡി. അപ്പോൾ അതെന്തെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് യെല്ലോ കളറും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ മാത്രം നമുക്ക് വേണമെങ്കിൽ അവിടെ കൊടുത്തിടാം, ഷോളായിട്ട് അങ്ങനെ വയ്ക്കാം. പക്ഷേ അത് ഗ്രീൻ ഇട്ടിട്ട് ആ യെല്ലോ ഇടുമ്പോഴത്തേക്കും ശരിക്കും ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആ
ബ്ലൗസ് ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഷോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിടക്കുന്നത് നന്നായിട്ട് അത് ഫീൽ ചെയ്യും. അത് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, അത് നല്ല ഭംഗിയിൽ വരും. ഇപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യാൻ ഇത് സ്കേർട്ടിൽ, ബ്ലൗസിലും ഷോളിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്കത് ഇതുപോലെ ഇരിക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ടേ എടുക്കാവൂ. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അത് ഒഴുകിപ്പോകും. ഗ്ലാസ് പെയിൻ്റ് അല്ലേ, അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഉണങ്ങാൻ വിട്ടേക്കുക. അധികം കട്ടിയിലിടാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പിന്നെ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, നമ്മളിപ്പോൾ അത് കംപ്ലീറ്റ് ഗ്ലാസ് പെയിൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്നും കൂടി അതിനെ ഷോളിനെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്തെടുക്കാം. കാരണം ഷോള് അത് ഫ്രണ്ടിൽ വരുന്ന കുറച്ചും കൂടെ ഭംഗിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ഗ്ലിറ്റർ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഗ്ലിറ്റർ കൊടുക്കണമായിരിക്കും ഭംഗി. അത് 3D ഔട്ട്ലൈനർ തന്നെ. അത് നമ്മൾക്ക് കുറച്ചിങ്ങനെ കൂടെ കൊടുത്തും കൊണ്ട് ഇപ്പോൾ ഷോളിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും, ഇപ്പോൾ സിൽവർ ഉണ്ടെങ്കിൽ സിൽവർ ഇടാം. അപ്പോൾ ഞാൻ ഗോൾഡ് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലിറ്റർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടുള്ളൊരു പിക്ചറാണിത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഗ്ലാസ് പെയിൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ചരിച്ച് കഴിഞ്ഞാൽ താഴേക്ക് വീഴും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഗ്ലാസ് പെയിൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കർട്ടനാണ്, അവിടെ നമ്മൾ റെഡും ബ്രൗണും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും നിങ്ങൾ പെയിൻറ്റ് ചെയ്തതാണോ എന്ന് ചോദിക്കും. അപ്പോൾ അത്രയ്ക്കും ഭംഗിയുണ്ടാവും. കാരണം ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്കിൻ മാത്രമേ ആക്ച്വലി വിട്ടിട്ടുള്ളൂ. ബാക്കി എല്ലായിടവും നമ്മൾ ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ് പെയിൻറ്റും ഗ്ലിറ്ററൊക്കെ യൂസ് ചെയ്തേക്കണം മാത്രം. അപ്പോൾ അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെക്കാൻ പറ്റിയൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.